First of all, thank you, choir, for that uplifting song. യുവജന സഖ്യ ഞായറായി ആഘോഷിക്കുന്ന ഇന്ന് ഈ അവസരം നൽകിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ദൗത്യം എന്നെ ഭരമേൽപ്പിച്ച ബഹുമാനപ്പെട്ട സന്തോഷ് അച്ഛനോടും യുവജന സഖ്യം കമ്മിറ്റിയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തീം യൗവനം ക്രിസ്തു ശൈലിയിൽ, യൂത്ത് ഇൻ ക്രൈസ്റ്റ് സ്റ്റൈൽ എന്നതാണ്. എന്താണ് ക്രിസ്തു ശൈലി? വാട്ട് ഈസ് ക്രൈസ്റ്റ് സ്റ്റൈൽ? ക്രിസ്തുവിൻ്റെ ശൈലി എന്താണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ ശൈലി എന്താണെന്ന് തിരിച്ചറിയണം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ഞങ്ങളുടെ ദൈവമേ, ഇന്ന് അവിടുത്തെ സന്നിധിയിൽ ഒന്നിച്ചുകൂടാൻ തന്നിരിക്കുന്ന അവസരത്തിനായി നന്ദി പറയുന്നു. അവിടുത്തെ വചനം ധ്യാനിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ മനസ്സുകളെ തൊട്ടുണർത്തണമേ. ആമേൻ. എന്താണ് എൻ്റെ ശൈലി? വാട്ട് ഈസ് മൈ സ്റ്റൈൽ? എങ്ങനെയാണ് എനിക്ക് ക്രിസ്തുവിൻ്റെ ശൈലിയിലേക്ക് രൂപാന്തരം ചെയ്യാൻ കഴിയുന്നത്? ഹൗ ക്യാൻ ഐ ട്രാൻസ്ഫോം ഇൻ ടു ക്രൈസ്റ്റ് സ്റ്റൈൽ? ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഉയർന്നു വന്ന 4 ആശയങ്ങളാണ് ഞാൻ ഈ സമയം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ചിന്ത, അക്സെപ്റ്റിംഗ് സെൽഫ് വിതൗട്ട് ജഡ്ജ്മെൻറ്റ്. മറ്റുള്ളവരെ അവരായിരിക്കുന്നത് പോലെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നാം മിക്കപ്പോഴും കേട്ടിട്ടുള്ളത്. ബട്ട് ഹാവ് വി എവർ തോട്ട് ഓഫ് അക്സെപ്റ്റിംഗ് അവർ സെൽഫ്സ് ആസ് വി ആർ? ക്രിസ്തുവിലേക്കുള്ള ആദ്യപടി സ്വയം തിരിച്ചറിയലും സ്വയം സ്വീകരിക്കലും ആണ്. എങ്ങനെയാണ് ഞാൻ എന്നെ തിരിച്ചറിയുന്നത്? എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കണോ? അതോ എൻ്റെ ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്? ഒരു പരിധി വരെ അത് സഹായിച്ചേക്കാം. പക്ഷേ മറ്റുള്ളവർ നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു പൊതുവെയുള്ള ഹ്യൂമൻ ടെൻഡൻസി അത് ഡിഫെൻഡ് ചെയ്യുക എന്നതാണ്. എന്നെ ഏറ്റവും നന്നായി അറിയുന്നത് എനിക്ക് തന്നെയാണ്. ദർ ഈസ് നോ സീക്രട്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഇന്നർ സെൽഫ്. ഞാൻ മറ്റുള്ളവരിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന ആ മാഗ്നിഫയിങ് ഗ്ലാസ് എനിക്ക് നേരെ ഒന്ന് തിരിച്ചു പിടിക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ടോ? എന്തിനും എടുത്തു ചാടി ഞാൻ പ്രതികരിക്കാറുണ്ടോ? എൻ്റെ സ്ട്രെസ്, ആങ്സൈറ്റി ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാറുണ്ടോ? തിരിച്ചറിയാം എൻ്റെ കുറവുകളെ, എൻ്റെ ബലഹീനതകളെ. അതുപോലെ തന്നെ തിരിച്ചറിയേണ്ടതാണ് എൻ്റെ കഴിവുകളും സ്ട്രെങ്സും. എന്താണ് എൻ്റെ ക്വാളിറ്റീസ്? എനിക്ക് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ കഴിയുന്നുണ്ടോ? എനിക്ക് മറ്റുള്ളവരോട് കരുണ തോന്നാറുണ്ടോ? സഹിഷ്ണുതയുള്ള ഒരു കേൾവിക്കാരൻ ആകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? തിരിച്ചറിയുക എൻ്റെ കഴിവുകൾ, എൻ്റെ ക്വാളിറ്റീസ്, എൻ്റെ ടാലൻസ്. ഒരിക്കൽ കണ്ട ഒരു വീഡിയോ ആണ്. ഒരു പട്ടിക്കുട്ടി വീടിൻ്റെ ഫ്രണ്ടിലുള്ള യാർഡിലിരിക്കുന്നു. അവൻ്റെ കഴുത്തിൽ ഫ്രീ ഹഗ്സ് എന്ന് എഴുതിയിട്ടുള്ളൊരു ബോർഡ് തൂക്കിയിട്ടുണ്ട്. ആ വഴിയിൽ കൂടി പലവിധ ആകുലതകളുമായി സ്കൂളിലേക്കും ജോലിക്കുമൊക്കെ കടന്നു പോകുന്ന മനുഷ്യർക്ക് ഈ പട്ടിക്കുട്ടിയും അവൻ്റെ ഇൻട്രാക്ഷനും വളരെ ആശ്വാസമേകി. നിസ്സാര സൃഷ്ടി എന്ന് കരുതപ്പെടുന്ന ഒരു മിണ്ടാപ്രാണിക്ക് സ്വന്തം കഴിവ് തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട, ദൈവത്തിൻ്റെ ജീവശ്വാസം വഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും തിരിച്ചറിയേണ്ടത് എത്രയോ അനിവാര്യമാണ്. 139 സങ്കീർത്തനങ്ങളിൽ പറയുന്നു, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നമ്മുടെ കഴിവുകളും ബലഹീനതകളും നമ്മുടെ സൃഷ്ടിയുടെ ഭാഗമാണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു അക്സെപ്റ്റ് അവർ സ്ട്രെങ്ത്സ് വിതൗട്ട് പ്രൈഡ് ആൻഡ് അവർ വീക്ക്നെസ്സസ് വിതൗട്ട് ഷെയിം. Both are integral parts of God's unique design for us. Once we accept ourselves as we are, the next step is to start where we are, rather than waiting for a perfect circumstance or absolute clarity. ഒന്നാം പാഠഭാഗമായ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണാം,
രാജാവിനോടല്ലാതെ മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കുന്നവരെ സിംഹക്കൂട്ടിൽ അടയ്ക്കും എന്ന നിയമം വന്നപ്പോൾ ദാനിയേൽ ചെയ്തത് എന്താണെന്ന്. അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. Daniel accepted his situation, his feeling of fear, and submitted to God. He knew that God is in total control. എല്ലാ സാഹചര്യവും എതിരായിരുന്നിട്ടും ദാനിയേൽ മാളിക മുറിയുടെ കിളിവാതിൽ അടച്ചില്ല. ഒരു നേരം മാത്രം പ്രാർത്ഥിക്കാം എന്ന് വെച്ചില്ല. മറിച്ച് മുൻപ് ചെയ്തു വന്നിരുന്നത് പോലെ തന്നെ ഒരു ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. Daniel did not let his limitations define his personality. He accepted his feeling of fear, brought it to God, and still moved forward. രണ്ടാമത്തെ ചിന്ത, ബീയിങ് പ്രസൻറ്റ് ആൻഡ് ബീയിങ് മൈൻഡ്ഫുൾ. ഇന്നലകൾ കഴിഞ്ഞുപോയി, നാളുകളെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ല. ഇപ്പോൾ നമുക്ക് സ്വന്തമെന്ന് കരുതാവുന്നത് ഈ ഒരു നിമിഷം മാത്രമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:34 പറയുന്നു, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. നാളത്തേക്കുള്ള പ്ലാനിങ് തെറ്റാണെന്നല്ല, മറിച്ച് നാളെയെക്കുറിച്ച് ഓർത്തുള്ള ആകുലതകളാൽ ഈ പ്രസൻറ്റ് മൊമെൻറ്റ് നഷ്ടമാക്കരുതെന്നാണ് വചനം പ്രബോധിപ്പിക്കുന്നത്. എവിടെയോ കണ്ടത് ഓർക്കുന്നു. പലപ്പോഴും യേശു ഉടനെ വരും, എൻഡ് ഈസ് നിയർ എന്ന് പറയുന്നത് മിക്കവരിലും ഭയം ഉളവാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ, എനിക്കായി സ്വന്തം ജീവൻ നൽകിയവൻ എൻ്റെ അടുത്ത് വരുന്നതിന് ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? എനിക്ക് സന്തോഷവും ആവേശവുമല്ലേ തോന്നേണ്ടത്? ഭാവിയിൽ എപ്പോഴോ അല്ല, ഇന്ന് ഈ നിമിഷത്തിൽ യേശു വരുമെന്നോർത്താണ് നാം ജീവിക്കേണ്ടത്. ഇന്നലകളെക്കുറിച്ചുള്ള കുറ്റബോധമോ നാളെയെക്കുറിച്ചുള്ള ആകുലതകളോ അല്ല, പിന്നെയോ എനിക്ക് മുന്നിലുള്ള ഈ ഒരു നിമിഷത്തിൻ്റെ സാധ്യതകളാകട്ടെ നമ്മെ നയിക്കുന്നത്. ബീയിങ് മൈൻഡ്ഫുൾ എന്നതിനെ കരുതലുള്ളവരായിരിക്കുക എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. ബി മൈൻഡ്ഫുൾ ഓഫ് അവർ സ്പീച്ച് ആൻഡ് അവർ ആക്ഷൻസ്. ഇന്നത്തെ ലേഖനമായ 1 തിമോത്തിയോസ് 4:12 പറയുന്നു, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഒരിക്കൽ ഒരു കപ്പിൾ അവരുടെ 25ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയായിരുന്നു. എല്ലാ വർഷവും വിവാഹ വാർഷികത്തിന് ഒരു ഫോട്ടോ എടുക്കുന്ന പതിവ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആ വർഷം ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിഥികളിൽ ഒരാൾ ആ ഭാര്യയുടെ ചെവിയിൽ വന്ന് പറഞ്ഞു, ആ പൊങ്ങിയ പല്ല് കാണാതെ ചിരിക്കണം കേട്ടോ. വർഷങ്ങൾ കടന്നുപോയി. അവരുടെ 50ാം വിവാഹ വാർഷികമായി. 50 വർഷങ്ങളിലെ ഓർമ്മകളിലേക്ക് ആ ഫോട്ടോ ആൽബത്തിൽ കൂടി മറിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. 25ാം വിവാഹ വാർഷികം മുതലുള്ള കഴിഞ്ഞ 25 വർഷങ്ങളിലെ ഫോട്ടോകളിൽ ആ സ്ത്രീ ചിരിച്ചിട്ടില്ല. അന്ന് ആ കമൻറ്റ് പറഞ്ഞയാൾ ഒരു പക്ഷേ അത് ഓർക്കുന്നു പോലും ഉണ്ടാകില്ല. അതൊരു തമാശയായി മറന്നുപോയിരിക്കാം. പക്ഷേ അത് സ്വീകരിച്ചവർക്ക് അവരുടെ സന്തോഷത്തെ തന്നെ ഇല്ലാതാക്കാൻ ശക്തിയുള്ള ഒരു മുറിവായിരുന്നു. മലങ്കര മാർത്തോമ സിറിയൻ ചർച്ചിൻ്റെ മോട്ടോ അഥവാ മുദ്രാവാക്യമാണ് ലൈറ്റഡ് ടു ലൈറ്റൻ എന്നത്. നമ്മുടെ വാക്കുകളാലും പ്രവൃത്തികളാലും മറ്റുള്ളവരിലെ പ്രകാശം അണയ്ക്കാനല്ല, പകരം പ്രകാശം കൂടുതൽ പരത്തി സഭയ്ക്ക് തന്നെ ഒരു മാതൃകയാവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ചിന്ത, അലൈനിങ് യുവർ വാല്യൂസ് വിത്ത് ക്രൈസ്റ്റ്. ഒരാളുടെ ജീവിതത്തിലെ വാല്യൂസ് അഥവാ മൂല്യങ്ങളാണ് അയാളുടെ ജീവിതത്തിൻ്റെ ദിശയും അർത്ഥവും നിർണ്ണയിക്കുന്നത്. എന്താണ് എൻ്റെ മൂല്യങ്ങൾ? എന്താണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ആർ മൈ വാല്യൂസ് അലൈനിങ് വിത്ത് ക്രൈസ്റ്റ് വാല്യൂസ്? വാട്ട് ഷുഡ് ബി മൈ വാല്യൂസ്? മീഖ 6:8 പറയുന്നു, മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ
താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഹിന്ദുവായ ഒരു അമ്മയും അവരുടെ കുഞ്ഞുങ്ങളും കുറേ നാളുകളായി കൊടും പട്ടിണിയിലാണെന്ന് മദർ തെരേസ അറിഞ്ഞു. കുറച്ച് അരിയും സാധനങ്ങളുമായി അവരുടെ അടുക്കൽ ചെന്നപ്പോൾ പരമദാരിദ്ര്യത്തിൽ ആയിരുന്ന ആ അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണുകൾ തിളങ്ങി. എന്നാൽ ആ സാധനങ്ങൾ കിട്ടിയപ്പോൾ ആ പാവപ്പെട്ട സ്ത്രീ ആദ്യം ചെയ്തത് അത് രണ്ടായി പകുത്ത് ഒരു പകുതിയുമായി വെളിയിലേക്ക് പോവുകയായിരുന്നു. ആ സ്ത്രീ തിരിച്ചു വന്നപ്പോൾ മദർ ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോയത്? നീ എന്ത് ചെയ്യാനാണ് പോയത് ഈ സമയത്ത്? ആ സ്ത്രീയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ദേ ആർ ഓൾസോ ഹംഗ്രി. അവൾക്കറിയാമായിരുന്നു തൊട്ടടുത്തുള്ള മുസ്ലിം ഫാമിലിയും പട്ടിണിയിലാണെന്ന്. മദർ തെരേസ പറയുന്നു, വാട്ട് സർപ്രൈസ് മീ ദ മോസ്റ്റ് വാസ് നോട്ട് ദാറ്റ് ഷീ ഗേവ് ദ റൈസ്. വാട്ട് സർപ്രൈസ് മീ ദ മോസ്റ്റ് വാസ് ദാറ്റ് ഇൻ ഹർ സഫറിങ്, ഇൻ ഹർ ഹങ്കർ, ഷീ ന്യൂ ദാറ്റ് സംബഡി എൽസ് വാസ് ഹംഗ്രി. ദാരിദ്ര്യത്തിൻ്റെ പാരമ്യത്തിലും സ്വന്തം കുഞ്ഞുങ്ങളുടെ ദൈന്യതയിലും സ്വന്തം അയൽക്കാരനെ കൂടി കരുതാൻ കാണിച്ച സ്നേഹം. ഷീ വാസ് പുവർ ബട്ട് yet she was rich with a core value that's aligned with Christ. തന്നെ പോലെ തന്നെ സ്വന്തം അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വിലയേറിയ മൂല്യം. അവസാനത്തെ ചിന്തയാണ് ബീയിങ് കമ്മിറ്റഡ് ടു ടേക്ക് ആക്ഷൻ എന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ യേശുവിനോട് ചോദിക്കുന്നു, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? എല്ലാ തലമുറയ്ക്കുമുള്ള ഒരു ചോദ്യമാണ് ആ ചെറുപ്പക്കാരൻ ചോദിച്ചത്. ആ ചോദ്യത്തിൻ്റെ കൂടി ഭാഗമായാണ് ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നതും. കൽപ്പനകളെല്ലാം ഞാൻ അനുസരിക്കുന്നു, ഇനി എന്താണ് എനിക്ക് കുറവ് എന്ന ചോദ്യത്തിന് ഉത്തരമായി യേശു പറഞ്ഞു, നിനക്ക് സൽഗുണപൂർണൻ ആകണമെങ്കിൽ, പെർഫെക്ഷൻ നേടണമെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ദാറ്റ് യങ് മാൻ വാസ് കമ്മിറ്റഡ് ടു ഗെയിൻ എറ്റേണൽ ലൈഫ് ബട്ട് ഓൺലി ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഇവിടെ അയാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അയാളുടെ കോർ വാല്യൂ, അത് അയാളുടെ വെൽത്തായിരുന്നു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നുവെന്ന് യാക്കോബിൻ്റെ ലേഖനം 2:17 ഉദ്ഘോഷിക്കുന്നു. കൊലോസ്യർക്കുള്ള ലേഖനം 3:23 പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ഇന്നലെ ഞാനൊരു UPS സ്റ്റോറിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് അവർ 10 മിനിറ്റിൽ സ്റ്റോർ ക്ലോസ് ചെയ്യുമെന്നറിഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊരു 200 പേജസ് പ്രിൻ്റ് ഔട്ട് എടുക്കണം, അതുകൊണ്ട് ഞാൻ പിന്നീട് വരാം. അവിടെ ഉണ്ടായിരുന്ന 2 എംപ്ലോയീസിൽ ഒരു ലേഡി എന്നോട് പറഞ്ഞു, ഗേൾ, വൺസ് യു ആർ ഇൻ ദ സ്റ്റോർ യു ആർ ഇൻ, ഐ ഗോട്ട് യു. ആ സ്ത്രീ വളരെ ക്ഷമയോടെ ഒരു അസഹിഷ്ണുതയും കാട്ടാതെ എൻ്റെ ആവശ്യം നടത്തി തന്നു. അതിനിടയിൽ ആമസോൺ റിട്ടേൺ ആവാതെ ഡിസ്പോസ് ചെയ്യാനിരുന്ന ഒരു പുതിയ ടീഷർട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് വളരെ സ്നേഹത്തോടെ ഓഫർ ചെയ്യുന്നതും കണ്ടു. ഞാൻ ശ്രദ്ധിച്ച കാര്യം, അവർ ലേറ്റ് ആകുമ്പോഴും അവരുടെ മുഖത്തുടനീളം ഉണ്ടായിരുന്ന ആ പുഞ്ചിരിയായിരുന്നു. ഷീ വാസ് സംവൺ who committed to brighten the lives of the people she meets every single day. Someone who is lighted to lighten by doing ordinary things with extraordinary grace. What you do matters, but how well you do it matters more. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശൈലിയിലേക്ക് രൂപാന്തരപ്പെടാൻ നാം ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ്, accepting self without judgment. Second, being present and mindful. Third, aligning your values with Christ. Fourth, being committed to take action. അങ്ങനെ ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ ശൈലിയിലേക്ക് ഒരു പടി കൂടി അടുക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മളോട് പങ്കുവച്ച മിസ്സസ് ആൻസി തോമസിനോടുള്ള പ്രത്യേകം നന്ദിയും കടപ്പാടും ഇടവേള നാമത്തിൽ അറിയിക്കട്ടെ. Now I invite Mrs. Ruby Yohanan to lead us in prayer.